ഹലോ ഗൈസ്, നമുക്ക് ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലേറ്റ് ആയാലോ? നോമ്പ് തുറേൻ്റെ സമയത്ത് ഉണ്ടാക്കിയതുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. 500 ഗ്രാമാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ ഉപ്പും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിലിൽ വേവിക്കുക കേട്ടോ. ഒരു വിസിലായാലും കുഴപ്പമില്ല, നിങ്ങളുടെ കുക്കറിൻ്റെ പാകം നോക്കിയിട്ട് അങ്ങോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. ഒരു 4 ബ്രെഡ് എടുത്തിട്ട് അറിഞ്ചും മുറിച്ചും മുറിച്ചിട്ടിട്ട് മിക്സിയിൽ 2 കറക്കം ബ്രെഡ് ക്രംസ് റെഡി. അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം 2 പച്ചമുളക് കുനുകുനാ നരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 മീഡിയം സവാളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുനുകുനാ നരിഞ്ഞതാണ് ഇടുന്നതെങ്കിൽ മുളകിൻ്റെ കൂടെ തന്നെ ഇട്ട് ഇളക്കുക. അല്ലാത്ത പക്ഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ സവാളൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി സവാള ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ചിക്കൻ വേവാൻ വച്ചേന്ന് വിസിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ ചിക്കൻ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് എല്ലൊക്കെ മാറ്റി പരച്ചെടുത്തിട്ട് നമ്മുടെ മിക്സീൻ്റെ പൾസ് മോഡിലിട്ടിട്ട് ഒരു 2 കറക്കം കറക്കിയെടുക്കുക കേട്ടോ. എൻ്റെ കറക്കം ഇത്തിരി കൂടി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ജാമ പരുവത്തിലിരിക്കുന്നത്. ഇത്രയും കറക്കണ്ട, കുറച്ച് നാര് പോലെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ അത് ചിക്കൻ പീസൊക്കെ വായിൽ കിട്ടുമ്പോൾ ഒരു രസമായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ചിക്കൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആക്കി എടുക്കുക. കുരുമുളക് പൊടിയും ഗരം മസാലയും ഉപ്പും ഒക്കെ ആ ചിക്കനിലും കൂടി ഒന്ന് നന്നായിട്ട്, ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ കൂടി ഇട്ടിട്ട് നന്നായി ബ്ലെൻഡ് ആക്കിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഞാൻ നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്, അതൊന്ന് സ്മാഷ് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ചിക്കനും ഉരുളക്കിഴങ്ങും ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അങ്ങനെയാണ്. ചിക്കൻ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ ഒരു ഇതിലെടുക്കുക കേട്ടോ. രണ്ടും ഒരേ കണക്കിലെടുക്കുക. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കിയിട്ട് അത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമുക്കൊരു എഗ്ഗ് എടുത്തിട്ട് അത് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. മുക്കി പൊരിക്കാനുള്ളതാണല്ലോ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ പാലും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി പാല് കൂടി ചേർത്താൽ നമ്മുടെ ഓംലേറ്റ് ആണെങ്കിൽ എന്താണെങ്കിലും നല്ല ഫ്ലഫി ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അവിടെ മാറ്റി വയ്ക്കുക. നമ്മുടെ ബ്രെഡ് ക്രംസ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് ക്രംസ് മുഴുവനായിട്ട് പ്ലേറ്റിലേക്ക് കൊട്ടാതെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ബ്രെഡ് ക്രംസ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഈ മുട്ട മുക്കി ഈ ബ്രെഡിലിടുന്ന സമയത്ത് അതെല്ലാം കൂടി നനഞ്ഞു പോകും. അപ്പോൾ ബ്രെഡ് ക്രംസ് കുറച്ചായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഒരു ബോൾ പരുവത്തിൽ, ഒരു നാരങ്ങ വലുപ്പത്തിൽ ഈ ഒരു ഇതെടുത്തിട്ട് പാമിൽ, അതായത് ഉള്ളം കൈയിൽ വെച്ചിട്ട് ഒന്ന് പാമ്പ് കൊണ്ട് തന്നെ, ഈ ഉള്ളം കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ വരുന്നുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേറെ വല്ല സ്റ്റാർ ഷേപ്പിലോ ഹാർട്ട് ഷേപ്പിലൊക്കെ വേണമെങ്കിൽ അതിൻ്റെ മോൾഡൊക്കെ ഉള്ളവർ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സ്ഥിരം കട്ട്ലേറ്റ് ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഇതാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു അളവിൽ ഒരു 15 ഒരു മീഡിയം കട്ട്ലേറ്റാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ മുട്ടയും ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം കട്ട്ലേറ്റൊക്കെ മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ. കട്ട്ലേറ്റ് നമ്മൾ 2 രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് നമുക്ക് ഷാലോ ഫ്രൈ ആയിട്ട് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ മുക്കിയും പൊരിക്കാം. ഞാനിവിടെ എണ്ണയിൽ മുക്കിയാണ് പൊരിക്കുന്നത്. അപ്പോൾ ഇതാ മുട്ടേൻ്റെ ആ മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എണ്ണ ഇതിൻ്റെ ചൂട് കറക്റ്റായിരിക്കണം. ചൂട് കൂടിപ്പോയാൽ ബ്രെഡ് ക്രംസ് ആണല്ലോ പുറത്ത് കോട്ടിങ്, അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ചൂട് കുറഞ്ഞാലോ നമ്മൾ നന്നായിട്ട് എണ്ണയും കുടിക്കും നമ്മുടെ കട്ട്ലേറ്റ്. അതുകൊണ്ട് ആ ചൂടൊന്ന് കറക്റ്റ് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ക്രമീകരിച്ച ശേഷം കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ 4 എണ്ണം വീതമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് എണ്ണം ഇട്ട് കൊടുത്താൽ നമുക്ക് മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ ചെറിയൊരു ബ്രൗൺ നിറം വരുമ്പോൾ തന്നെ ഞാൻ മറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബ്രൗൺ ആയിട്ട് എടുക്കാം, പക്ഷേ ഇനി കരിഞ്ഞ് പോകേണ്ട വെച്ചിട്ട് ഞാൻ ഒരു ഷാലോ ആയിട്ട് ഇതാവുന്ന സമയത്ത് തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടി നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം അപ്പുറത്തെ സൈഡ് ഒന്നും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അതാ കറക്റ്റ് കളറായിട്ടുണ്ട് കേട്ടോ. ഒറ്റയടിക്കുന്ന ചിലപ്പോൾ ബ്രൗൺ കളർ ആയാലും കുഴപ്പമില്ല, കരിയാതിരിക്കുക. കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറിപ്പോവും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ പറയുന്നതെന്നുള്ളൂ കേട്ടോ. ആരെങ്കിലും പുതിയതായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഫോളോ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ കട്ട്ലേറ്റൊക്കെ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള കട്ട്ലേറ്റും കൂടി നമ്മൾ ഇതുപോലെ മൊരിച്ചെടുക്കാം. ചിലത് നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്, ചിലത് ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് കളർ കൂടിയാലും കുഴപ്പമില്ല, ടേസ്റ്റ് കരിയാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ.
അപ്പോൾ അതാ നമ്മുടെ കട്ട്ലേറ്റൊക്കെ കോരി എടുത്തിട്ടുണ്ട്. നോമ്പ് കാലത്ത് ഉണ്ടാക്കിയ റെസിപ്പി ആയതുകൊണ്ട് നമ്മുടെ നെയ്ബേഴ്സിന് കൊടുക്കാൻ കൂടി വേണ്ടിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നോമ്പ് തുറയ്ക്ക് കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഡിലീഷ്യസ് ആയിട്ടുള്ള കട്ട്ലേറ്റ്സ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. 15 നമുക്ക് കിട്ടുക കേട്ടോ. ആ ഒരു അളവ് പറഞ്ഞതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ക്രിസ്പിയാണ് പുറത്ത്, ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ റെസിപ്പീസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പം അത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകം മറക്കാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.